ഈ ഒരു പൊടി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിലും നിങ്ങളുടെ ഒരു മുടി പോലും നരയ്ക്കത്തില്ല. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന താടിയിലും മീശയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു പൊടി എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പൊടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ട് വർഷങ്ങളോളം ഉപയോഗിക്കാനും കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡ് ആണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം ഗോദ്രേജിൻ്റെയാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളമാണ് ഹെന്ന പൗഡർ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളമാണ് കേട്ടോ നെല്ലിക്കാപ്പൊടി നമ്മൾ എടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പച്ച നെല്ലിക്ക കൂടി നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം നെല്ലിക്കാപ്പൊടി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡറാണ്. നമ്മുടെ നീലാംബരി ഉണ്ടല്ലോ, അതും 2 ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പൊടി എടുക്കുമ്പോഴും നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് കഴിയാത്തത് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ പിടിച്ച് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു പൊടി കൂടി ചേർക്കുന്നുണ്ട്. കാത്ത പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിയതാണ്. അങ്ങാടിക്കടയിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഞാൻ വാങ്ങിയത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാത്ത പൗഡർ നമ്മൾ മിസ് ചെയ്യരുത്, ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം കാത്ത പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് 4 പൊടികളും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈവനായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. മിക്സ് ചെയ്തെടുത്ത പൊടി നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഡൈയിലേക്ക് ഒഴിക്കാനുള്ള ഡെക്കോഷൻ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട്, പിന്നെ പനിക്കൂർക്കയുടെ ഇല, തുളസി ഇല, ഇത്രയാണ് കേട്ടോ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന നെല്ലിക്കയൊക്കെ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്പരത്തിപ്പൂ ഞാനിപ്പം ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പനിക്കൂർക്കയുടെ ഇല ഉറപ്പായും ചേർത്ത് കൊടുക്കണം. ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നീർവീക്കമോ ജലദോഷമോ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കൈ അളവിന് തുളസി ഇല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ടൻ കാപ്പിയും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ച് കിട്ടുന്ന ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഡൈ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. ചെറിയ കുട്ടികൾക്ക് മുടിയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളരാൻ ഈ ഒരു വെള്ളം നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം സ്കാലപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു സിറമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും ഒക്കെ ഉപയോഗിക്കുമ്പം ചില ആളുകളിലെങ്കിലും അലർജി ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം ഈ ഒരു ഡൈ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് ഇത് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ പേസ്റ്റ് വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ ചൂടാക്കി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ചൂടാക്കിയിട്ട് നമ്മൾ ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ച് കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഡൈ നല്ലപോലെ കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ അതിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്തതിന് ശേഷം ഡൈ ആയിട്ട് ഡയറക്റ്റായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ പൊടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ വെയിലത്ത് വെച്ച് ഒരു 2 ദിവസം ഉണക്കിയെടുത്തതാണിത്. നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് മുടി ഡൈ ചെയ്യാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നരയുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും. ഇതൊന്ന് പൊടിച്ച് കിട്ടാനായിട്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നല്ലപോലെ തരികളില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന, അലർജി ഉള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും. ഇനി ഈ ഒരു പൊടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ആവശ്യമുള്ള സമയത്ത് 1-2 ടേബിൾ സ്പൂണോളം പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം പാരച്ചൂട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്.
നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് സാധാരണ പോലെ തന്നെ മുടിയൊക്കെ ചീകി നമുക്ക് വെളിയിലേക്ക് പോകാവുന്നതാണ്. തിരിച്ച് വന്നിട്ട് നമുക്ക് മുടി വാഷ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ നരച്ച മുടികളെല്ലാം മാറിക്കിട്ടും. എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും തോന്നും ഒലിച്ചിറങ്ങുമോ അല്ലെങ്കിൽ നമ്മൾ തൊടുമ്പം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമോ എന്നുള്ളത്. ഒന്നുമില്ല കേട്ടോ. വളരെ കൂടുതലൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഒലിച്ചിറങ്ങത്തൊന്നുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ആ ഒരു ഡൈ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ നിങ്ങളുടെ മുടിക്കും കിട്ടും കേട്ടോ. ഞാനിത് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേ കണ്ടില്ലേ, ഈ ഒരു കളറായിരിക്കും നമ്മുടെ മുടിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്ത ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഹെയർ ഡേയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ. അപ്പം നമുക്ക് വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.